പാർലമെന്റ് പുക പ്രതിഷേധത്തിൽ രണ്ടുപേരെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. കർണാടക സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ സായികൃഷ്ണ, UP സ്വദേശി അതുൽ എന്നിവരാണ് പിടിയിലായത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. പാർലമെന്റിനകത്ത് പ്രതിഷേധിച്ച മനോരഞ്ജന്റെ സുഹൃത്താണ് സായികൃഷ്ണ. ജിഷ്ണു കൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. ജിഷ്ണു, കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു, കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇപ്പോൾ രണ്ടുപേരെ കൂടിയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? രജനി, പാർലമെന്റിൽ നടന്നിട്ടുള്ള പുക പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് രണ്ടുപേരെ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അത് നിലവിൽ ഇതിനോടകം കസ്റ്റഡിയിലുള്ള പ്രതികളുടെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേർ കൂടി പിടിയിലായിട്ടുള്ളത്. ഒന്ന് കർണാടക സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായിട്ടുള്ള സായ് കൃഷ്ണ, ഒപ്പം UP സ്വദേശി അതുൽ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇതിൽ സായ് കൃഷ്ണ നേരത്തെ ഈ സംഭവത്തിൽ അറസ്റ്റിലായ മനോരഞ്ജന്റെ സുഹൃത്തും ഹോസ്റ്റലിൽ റൂംമേറ്റുമായിരുന്നു. മനോരഞ്ജനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാളുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ കർണാടക സ്വദേശിയും ഒപ്പം കർണാടകയിലെ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനുമായിട്ടുള്ള സായ് കൃഷ്ണയെ ഈ കേസിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഒപ്പം UP സ്വദേശിയായിട്ടുള്ള അതുലിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതുവരെയും കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഒപ്പം നിലവിൽ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള 4 പേരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മനോരഞ്ജൻ, നീലം, അമോൽ, സാഗർ ശർമ്മ എന്നീ പ്രതികളുടെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. അവരെയും പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണം. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ തന്നെ വിട്ടു നൽകണം എന്ന ആവശ്യമായിരിക്കും അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവരെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പാർലമെന്റിൽ ഈ ഒരു പ്രതിഷേധം നടത്തിയതെങ്കിൽ പോലും അന്വേഷണ ഏജൻസി രാജ്യവിരുദ്ധ പ്രവർത്തനമായി തന്നെയാണ് ഈ പ്രതിഷേധത്തെ നോക്കിക്കാണുന്നത്. അതിന് മറ്റേതെങ്കിലും തരത്തിൽ വിഘടനവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നും ഈ കസ്റ്റഡിയിലായിട്ടുള്ളവരും നിലവിൽ മുൻപ് പ്രതിഷേധം നടത്തി പിടിയിലായിട്ടുള്ളവർക്കും ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചും പരിശോധിച്ചു വരികയാണ്. പ്രതികളുടെ സമൂഹ മാധ്യമങ്ങളുടെ അക്കൗണ്ടിന്റെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു വരുന്നു. ഒപ്പം പ്രതികൾ നശിപ്പിക്കാൻ ശ്രമിച്ച അവരുടെ ഫോണുകൾ രാജസ്ഥാനിൽ നിന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് ഫോറൻസിക് വിഭാഗം പരിശോധിച്ചു വരികയാണ്. അത്തരത്തിൽ അന്വേഷണം ഊർജിതമായി മുൻപോട്ട് പോകുമ്പോഴാണ് രണ്ടുപേരെ കൂടി ഈ സംഭവത്തിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.